ഈ വീഡിയോയിലെ കണ്ടന്റ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലീസുകാർക്കും ഇത് അയച്ചു കൊടുക്കണം. നാഗ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഗ്രൗണ്ട് റിപ്പോർട്ടിനും പലതിങ്ങനെ പല വീഡിയോസൊക്കെ എനിക്ക് ഇന്നലെ രാത്രിയിൽ ഇന്നുമായിട്ട് കിട്ടി. അപ്പം അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഈ കാണുന്ന കലാപം പോലൊന്നുമല്ല പിന്നീടുണ്ടായത്. ഇതിൻ്റെ ഇടയ്ക്കുണ്ടായത് 2 ദിവസം. ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പം ഈ കലാപം തടുക്കുവാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ കലാപം നടക്കുന്ന ആ സ്ഥലത്ത് അവരുടെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ആ കോളനിയിലോട്ട് പോയി. ഏകദേശം 10-20 പേര്. അറിയാമല്ലോ, ഈ വനിതാ പോലീസൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ സ്ത്രീകളും അതിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിലാണ് സ്ത്രീകളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സും ഉണ്ട്. വെറും കോൺസ്റ്റബിൾ മാത്രമല്ല, സീനിയർ ആയിട്ടുള്ളവരും ജൂനിയർ ആയിട്ടുള്ളവരും ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ വനിത ഒരു ഗ്രൂപ്പായിട്ട് 10-20 പേര് നിൽക്കുകയാണ്. അറിയാൻ പിന്നീട് ഉണ്ടായ സംഭവം, അതായത് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് ഇൻഡെപ്തായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരോ ഇവരുടെ മുകളിലോട്ട് പെട്രോൾ ബോംബ് വലിച്ചെറിയുന്നു. പേടിച്ചു, തീ കത്തി, ശബ്ദത്തോട് പൊട്ടി. ഈ സ്ത്രീകളായ പോലീസ് ഒഫീഷ്യൽസ് അടുത്തൊരു വീട്ടിലോട്ട് കയറി. ഇനിയാണ് പ്രശ്നം ഉണ്ടായത്. അവിടെയുള്ള വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ മുസ്ലിമിന്റെ വീട്, അതിനകത്തോട്ട് ഒരു 3-4 സ്ത്രീകൾ കയറിപ്പോയി. അതിനകത്തോട്ട് ഈ കലാപകാരികളെ കൊണ്ട് കയറി ഈ ഓഫീസേഴ്സിന്റെ മുഴുവൻ ഡ്രസ് ഊരി, എന്നിട്ടത് വീഡിയോയിലാക്കി മൊബൈലിൽ. അതിഭയങ്കരമായ സെക്ഷൽ അസോൾട്ട് നടന്നു. ലജ്ജിക്കണം നമ്മളിത്. ഇവരുടെ പെരുന്നാൾ നടക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. മോശം സെക്ഷൽ അസോൾട്ട് നടന്നു ഈ ഓഫീഷ്യൽസിനെതിരെ. അവർ വസ്ത്രമെല്ലാം വലിച്ചു കയറി. കാരണം ഇവർക്ക് പോലീസ് വസ്ത്രം കാണുന്ന വല്ലാത്ത വെറുപ്പാണ്. അവരെ ഉപദ്രവിച്ചു ഭയങ്കരമായിട്ട്. 3ഓളം മനസ്സിലാക്കുക DCPമാർ, അവരുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, സീനിയർ ഓഫീഷ്യൽസ് ആണ്. സീരിയസ് ആയിട്ടാണ് അവർ ഇൻജേർഡ് ആയത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഇപ്പോഴാണ് ഓരോന്ന് വാർത്തക്കാർ പുറത്തു വരുന്നത്. എന്നിട്ട് ഇവരത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ആൾക്കാരിട്ട് രസിക്കുകയാണ്. നമ്മുടെ ഒരു സിസ്റ്റത്തെ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യമായി പറയുന്നത് സ്ത്രീകളായിട്ടുള്ളവർ ലജ്ജിക്കണം. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെയുള്ള സീനിയർ പോലീസ് ഓഫീസറെ വിളിച്ചു. അപ്പൊ അയാൾ പറഞ്ഞത്, ഇതിനകത്ത് ഈ സ്ത്രീകളെ ഒത്തിരി പോലീസുകാർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി ബംഗ്ലാദേശികളുണ്ട്. കേരളത്തിലെ പോലീസുകാർ മനസ്സിലാക്കുക, ബംഗ്ലാദേശികൾ ഇതിനകത്തുണ്ട്. അവരുടെ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് വന്നവരാണ്. അവരാണ് ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച, വസ്ത്രമെല്ലാം ഊരി മാറി. അപ്പൊ നിങ്ങള് കേരളത്തിലെ പോലീസുകാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ സോഫ്റ്റ് കോർണർ ഇവരോട് കാണിക്കരുത്. ഇവരെന്താണ് ബംഗ്ലാദേശിൽ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ബംഗ്ലാദേശിൽ ഉണ്ടായ കലാപത്തെ പറ്റി എനിക്കറിയാം, ഇൻഡെപ്ത് ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം ഇതേ രീതിയിലാണ് അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ ഇവർ പെരുമാറിയത്. അവർക്ക് സൗണ്ട് ഇല്ല. അവസാനം അമേരിക്ക ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കെതിരെ നടപടി എടുക്കാൻ തുടങ്ങിയത്. അത് ഇന്ത്യയിൽ നാഗ്പൂരിൽ അതുണ്ടായി. ആലോചിച്ച് നോക്കുക. അതിനകത്തൊരു മുസ്ലിം പോലീസുകാരി ഉണ്ടായിരുന്നു. ഇതാണ് ലജ്ജിക്കേണ്ടത്. ഇതൊക്കെ ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്താണ് സംഭവിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെ നമുക്ക് ഈ കലാപ രീതിയിലുള്ള മത തീവ്രതയുള്ളവരെ നമുക്ക് എത്ര ശതമാനം വിശ്വസിക്കാൻ സാധിക്കും? കേരളത്തിലെ പോലീസുകാർ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമായത്. എപ്പോഴായത് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള വനിതാ പോലീസുകാർക്കെതിരെ തിരിഞ്ഞ് അത് വീഡിയോയിലാക്കിയൊന്ന് ഇടുന്ന ആരും ആലോചിച്ച് നോക്കുക എന്ത് നാഗ്പൂരിൽ സംഭവിച്ചത്. സീരിയസ് ആണ് ഇഷ്യൂ. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കാൻ പോവുകയാണ് എല്ലാ സിറ്റികളിലും. എവിടൊക്കെയാണ് ഈ ബംഗ്ലാദേശികൾ ഇതേപോലെയുള്ള കലാപത്തിന് ഈ രീതിയിൽ ഒരു പെരുമാറുന്ന സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ, അതിന് ശക്തമായ നടപടി എടുക്കാൻ പോകും. കാരണം സെൻട്രൽ ഗവൺമെന്റ് പോലും ഞെട്ടിപ്പോയി. കാരണം ആരും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതുണ്ടായേക്കുന്നത്. കാരണം ചിലപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി
ഇതേ രീതിയിൽ പോലീസിനെതിരെ, അതുമായിട്ട് ബംഗ്ലാദേശികളായ ഇല്ലീഗലായിട്ട് വന്നവരെല്ലാം കൂടി ഒരുമിച്ച് ഇത്ര ക്രൂരമായിട്ട് നമുക്ക് പോലീസിനോട് പ്രശ്നമുണ്ട്, പല കാര്യങ്ങളും അഭിപ്രായം. പക്ഷെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോലീസ്, നമ്മുടെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ പോലീസുകാർക്കെതിരെ ഇതേപോലെ അക്രമം ഉണ്ടായി ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ പോലീസിംഗ് എന്ന് പറയുന്നത്. അവർക്കാണ് പൂർണ്ണമായിട്ട് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ളത്, അവരവർ പാലിക്കുകയും ചെയ്യണം. പക്ഷെ അവരെ ഇതേപോലെ ഒരു വർഗീയ കൂട്ടം, കലാപക്കൂട്ടം, ഇതേ രീതിയിലുള്ള ആക്രമണം ഞാൻ ഇത്രയും നാളും ഇന്ത്യൻ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അതാണ് നാഗ്പൂരിലുണ്ടായത്. ഇത് നമ്മളെല്ലാം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം, പോലീസുകാരും ചിന്തിക്കണം. ഈ പറയുന്ന ബംഗ്ലാദേശികളാണെങ്കിലും ഇതേപോലെ മത തീവ്രത കൊണ്ട് നടക്കുന്നവർക്ക്, ഇവർക്കൊന്നും, ഈ ചെയ്തവർക്കൊന്നും നോയമ്പും ഈ പറയുന്ന പരിശുദ്ധ സംഭവം ഒന്നുമില്ല. അവർക്ക് ഇന്ത്യക്കാരെ വെറുപ്പാണ്. അത് ഇന്ത്യയെ സ്നേഹിക്കുന്നവർ, ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്ത് യൂണിഫോം ഇടുന്നവരെ അവർക്ക് വെറുപ്പാണ്. അവർ നിങ്ങളെ കാണുന്നത്, പോലീസിനെ കാണുന്നത് വലിയ വെറുപ്പോട് കൂടിയാണ്. നിങ്ങൾ എന്തിനാണ് പോലീസ് ജോലി ചെയ്ത് ഇന്ത്യയെ സേവിക്കുന്നത്? ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഇത് സിമ്പിളായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കണം. കാരണം നാഗ്പൂരിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം കേരളത്തിൽ ഇഷ്ടം പോലെ ബംഗ്ലാദേശി ആളുകളുണ്ട്. കാരണം അവന്റെ മനസ്സിൽ അവൻ വളരെ റഫാണ്, അവൻ കൾച്ചേർഡല്ല. ഇവിടെയുള്ള നാട്ടിലുള്ള മത തീവ്രവാദികൾ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ആവർത്തിച്ചുകൂടായികയൊന്നുമില്ല. ഇത് കരുതിയിരിക്കേണ്ട സംഭവമാണ്. കാരണം അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളും ചില വീഡിയോകളൊക്കെ ഷോക്കിംഗ് ആണ്. വല്ലാത്ത ഷോക്കിംഗ് ആണ്. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ മഹാരാജ്യം എപ്പോഴും സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. പോലീസ് നമ്മുടെ പാർട്ടാണ്. നമ്മളതുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ഇഷ്യൂ ആണ്. അതൊക്കെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന ഇഷ്യൂസാണ്. പക്ഷെ ഈ രീതിയിലുള്ള സംഭവം ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല. എന്ത് വില കൊടുത്ത് ഇതിനെ തടഞ്ഞ് നശിപ്പിച്ചേ മതിയാകൂ. ആരാണെങ്കിലും അതിന് എത്ര വലിയ സപ്പോർട്ട് ചെയ്താൽ അവനെ പോലും നശിപ്പിക്കണം. അതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷെ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.